വേദമന്ത്രയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ സത്യൻ മുളയംകുളത്ത്. നമ്മളില്ലെങ്കിൽ നമ്മുടെ മൂർത്തികളുണ്ടാകില്ല. ഒരു ഉപാസകനായിരിക്കാം, അല്ലെങ്കിൽ തലമുറകളായിട്ട് വെച്ച് ആരാധിച്ചു വരുന്ന മൂർത്തികളായിരിക്കാം, ശക്തനായിരിക്കുന്ന ചാത്തനായിരിക്കാം. ആ ചാത്തന് അവരുടെ മുതുമുത്തച്ഛന്മാരായിട്ട് പഠിച്ച് സേവിച്ച് ഉപാസനയോടുകൂടി വന്ന് അവരുടെ കുടുംബ നാലാമേടത്ത് അതിന് കൃത്യമായിട്ടുള്ള സ്ഥാനം കണ്ട് അവരെ കുടിയിരുത്തി ആചരിച്ചു വരുന്ന ആ വിഷ്ണുവായ ആ കുടുംബാദികൾക്ക് എന്നും നല്ലത് മാത്രമേ ചെയ്തിട്ടുണ്ടാവുള്ളൂ, നല്ലത് മാത്രമേ ചെയ്യുള്ളൂ. തിരിച്ചു കുത്തുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കില്ല. കാരണം ആ മുതുമുത്തച്ഛന്മാരായിട്ടുള്ളൊരു വാക്കാണ്, സത്യമാണ്. എൻ്റെ മക്കളുടെ കാലം വരെ, അല്ലെങ്കിൽ എൻ്റെ രക്തത്ത് ഏതെങ്കിലും സന്താനം ഉണ്ടാവുന്ന കാലം വരെ നിന്നെയും മണ്ണെന്ന് സ്വാമി ഭഗവാനെ ഈ മണ്ണെന്ന് ഒഴിവാക്കില്ല കേട്ടാ. ഞാനില്ലെങ്കിലും തലമുറകളായിട്ട് ഞങ്ങളുടെ മക്കളെ സംരക്ഷിക്കണേ എന്നുള്ളൊരു വാക്കോട് കൂടിയിട്ടാണ് ഈ മണ്ണിലിരിക്കുക. ഇനി ഏതൊരു കാലത്തും ഈ മണ്ണ് വിട്ട്, നിങ്ങളുടെ വംശത്തെ വിട്ട് ഞാൻ പോവില്ല എന്നുള്ളൊരു സത്യത്തോട് കൂടിയിട്ടാണ് അദ്ദേഹം ഇരിക്കുക. അപ്പം അതങ്ങനെ കൊണ്ടുവന്നിട്ടുള്ളതായ ആ മുതുമുത്തച്ഛന്മാർ, അവരുടെ തലമുറകൾ ഓരോരുത്തരും മരണപ്പെട്ടു പോയാൽ അടുത്തൊരു വ്യക്തി ഉണ്ടായിരിക്കും അതിനെ സംരക്ഷിക്കാൻ. അത് കർമ്മം ചെയ്യുന്ന വ്യക്തികളാണ്, നിത്യം വിളക്ക് വെക്കുന്ന മാത്രമായിരിക്കാം. ഇതുകൊണ്ട് ഉപാസനകളൊക്കെ ഫലം കൊണ്ട് മാന്ത്രികപരമായിട്ട് പഠിച്ച് കർമ്മം ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. ഇനി തുള്ളക്കാരനായിരിക്കാം, അതൊന്നുമല്ലാത്ത ആളായിരിക്കാം. അങ്ങനെ ആയാലും ആ മൂർത്തിനെ നിലനിർത്തുക എന്നുള്ള, ആ ദൈവത്തിനെ നിലനിർത്തുക എന്നുള്ളത് അവരുടെ ചുമതലയാണ്. അപ്പം അതിന് നിത്യം വിളക്ക് വയ്ക്കുക, ആഴ്ചയിലോ മാസത്തിലോ അവർക്കുള്ള ഒരു കർമ്മം കൃത്യമായിട്ട് ചെയ്യുന്നത് കൃത്യമായിരിക്കണം. വർഷത്തിലൊരിക്കൽ അവർ വേണ്ടുന്നതായ ശക്തികർമ്മങ്ങൾ, അവരുടെ സാന്നിധ്യങ്ങൾ ഒന്നുകൂടി കൂട്ടിയുറപ്പിക്കുന്ന തരത്തിലുള്ളതായ കർമ്മങ്ങൾ, വാർഷിക കർമ്മങ്ങൾ, അത് ഉത്തമത്തിലാണ് ചെയ്യുന്നതെങ്കിലും മധ്യമത്തിൽ പത്മമിട്ടിട്ട് മധ്യമത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യണം. അവർക്ക് കോഴീനകത്ത് കർമ്മം ചെയ്യണം, അതാണ് അവർക്ക് ഇഷ്ടമുള്ള കർമ്മം. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആ കുടുംബനാലാമയിടത്തെ ദൈവങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ രക്ഷയ്ക്കെത്തും, നമ്മുടെ മക്കളുടെ രക്ഷയ്ക്കെത്തും. എന്നാൽ അവരെ വീട്ടിൽ നിന്ന് നോക്കാൻ ആളില്ല, അല്ലെങ്കിൽ പെൺകുട്ടികൾ മാത്രമുള്ളൂ, ഇനി ഇതും കൂടി കഴിഞ്ഞാൽ ആരും നോക്കാനില്ല, ഞങ്ങൾക്ക് ഇതുകൊണ്ടൊരു ബുദ്ധിമുട്ടാണ് ഉണ്ടാവുന്നത്, അതുകൊണ്ട് ഇതിനെങ്ങനെയും കൊണ്ട് എവിടെയെങ്കിലും കൊണ്ട് ഏതെങ്കിലും ക്ഷേത്രത്തിൽ കളയാമെന്നോ കൊടുക്കാമെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും പുഴയിൽ കൊണ്ടിടാമെന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് ശുദ്ധബദ്ധാണ്. ആ വീട്ടുകാർക്ക് വീണ്ടും വരുന്ന കഷ്ടത്തിന് അവർക്ക് യാതൊരു തരത്തിലും അടക്കാനായിട്ട് പറ്റില്ല. പിന്നെ ശാപ വരിക, അത് മരണം വരെ സംഭവിച്ചിട്ടുണ്ട്. കാരണം വർഷങ്ങളായിട്ട് കാലങ്ങളായിട്ട് ആചരിച്ചു വന്നിരുന്ന ആ ദൈവങ്ങൾ തന്നെ അവരുടെ ചില സാഹചര്യങ്ങൾ, ഭാഗമെപ്പാണ്, ആ ഭാഗമെപ്പ്, ആ ഭാഗം വരുന്ന സ്ഥലത്ത് ഈ ദൈവത്തറ ഇരിക്കുന്നത്. ആ ദൈവത്തറേനെ ഇവർക്ക് പറഞ്ഞ് ഇവർക്ക് വേണ്ട, അവർ പറഞ്ഞ് അവർക്ക് വേണ്ട, പിന്നെ എന്ത് ചെയ്യും? അങ്ങനെ ഇതിനെ ഒഴിവാക്കുക, കർമ്മങ്ങൾ ചെയ്തിട്ട് ഒഴിവാക്കുക. അത് ഒഴിവാക്കി പണിക്കർക്കും കിട്ടി, അല്ല കർമ്മിക്കും കിട്ടി. നോക്കിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പണിക്കരാണ് അദ്ദേഹം, ആണ് ഇത് കർമ്മങ്ങൾ ചെയ്തത്. അദ്ദേഹത്തിന് ബുദ്ധിമുട്ട് ഉണ്ടായി. ഇത് നീക്കം ചെയ്ത വീട്ടിലെ ഒരു പെൺകുട്ടി തൂങ്ങി മരിച്ചു. ആ സ്പോട്ടിൽ വെച്ചിട്ടല്ല കേട്ടാ. അപ്പം അത് ചില സാഹചര്യങ്ങളെ കൊണ്ട് അവരങ്ങനെ നീക്കം ചെയ്തപ്പോൾ അവർ വലിയൊരാളാ ഭയം ഉണ്ടായത്. പിന്നെ അവിടെ ആരും കുട്ടിയില്ല. അപ്പം ഇതിനെ നമുക്ക് ചെയ്യേണ്ടത് എന്താന്ന് പറഞ്ഞാൽ, നമ്മുടെ ദൈവത്തിന് നമ്മളല്ലാണ്ട് വേറെ ആരുമില്ല. അവരുടെ ദൈവത്തിന് അല്ല, നമ്മുടെ ദൈവത്തിന് നമ്മളൊരു വിളക്ക് വെച്ചാലും, അതൊരു ചന്ദനത്തിരി കത്തിച്ചാലും, ഒരു കർപ്പൂരം കത്തിച്ചാലും, നമ്മുടെ മനസ്സറിഞ്ഞ് അവർക്ക് എന്ത് ചെയ്താലും അവർ സ്വീകരിക്കും. ചെയ്യാതിരിക്കുന്നതിനാട്ടും നല്ലതാണ് ചെയ്യല്. പിന്നെ പല കുടുംബത്തിലും ഇതേപോലെ അനാഥമായി കിടക്കുന്നതായ ദൈവസ്ഥാനങ്ങളുണ്ട്, ദൈവത്തറകളുണ്ട്. ആ തറകളുണ്ട്, അതിലത്തെ പ്രതിഷ്ഠ വെച്ചിട്ടുണ്ടായിരുന്ന ആ കല്ലും കരിക്കളൊക്കെ താഴെ ഇടിഞ്ഞു പിഴിഞ്ഞു പോയി, തറ നശിച്ചു പോയി. ഇന്നൊന്നുമില്ല അവിടെ, ആചാരങ്ങളും ഇല്ല, കർമ്മങ്ങളും ഇല്ല. എന്നിട്ട് അവരുടെ വീട്ടിലേക്ക് പല ദുരിതങ്ങൾ വരുമ്പോൾ ആ ദുരിതത്തിന് മറികടക്കാൻ മറ്റു ക്ഷേത്രങ്ങൾ തന്നെ അവർ ആശ്രയിക്കുക, മറ്റു ക്ഷേത്രങ്ങൾ തന്നെ ആശ്രയിക്കുക. അപ്പം ഇവിടെ ഉണ്ടായിരുന്നു ആ ശക്തിനെ ഇവർ വില കുറച്ച് കണ്ടു, അല്ലെങ്കിൽ അറിയാൻ ശ്രമിച്ചിട്ടില്ല. പിന്നീട് ഇത് നശിച്ചു പോയപ്പോൾ ഇതിനെ ഉണർത്തിച്ചു കൊണ്ടുവരാനോ പലർക്കും ഇഷ്ടമുണ്ടായിട്ടില്ല. ഇഷ്ടമുള്ളവരൊക്കെ അതിനെ കൃത്യമായിട്ട് ആചരിച്ച് അതിൻ്റെ ദുരിതങ്ങളൊക്കെ തീർത്ത് അവർ നല്ല തറകളൊക്കെ കിട്ടിയിട്ട് ആചരിച്ചു വരുന്നവരുണ്ട്. ചിലവർ വളരെ
വിമർശിക്കാൻ മാത്രമായിട്ട് ജീവിക്കുന്നവരുണ്ട്. അച്ഛനും അമ്മയും വരെ എനിക്ക് അനുഭവം ഉണ്ടെങ്കിലേ ഞാൻ വിശ്വസിക്കുള്ളൂ എൻ്റെ, അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. അല്ല, അത് ചില വ്യക്തികൾ അങ്ങനെയാണ്. അപ്പം ദൈവം ഇല്ല എന്ന് പറഞ്ഞ് ദൈവം വേണ്ട, അവനെ വേണമെങ്കിൽ വേണ്ട. പക്ഷെ ആ കുടുംബത്തിൽ അവരെ മുതുമുത്തച്ഛന്മാരായിട്ട് പഠിച്ച് സേവിച്ച് വന്നിരിക്കുന്ന ആ മൂർത്തി അതവിടെ എന്നും ഒരു ഇളക പാറനായിട്ട് അവിടെ നിൽക്കും. അതിൽ യാതൊരു മാറ്റമില്ല. അതിന് കർമ്മം ചെയ്ത് നല്ലത് വരുത്തി കഴിഞ്ഞാൽ അവർക്ക് നല്ലതുണ്ടായിരിക്കും. അല്ല, പരമാവധി ദ്രോഹം ഇതിനോട് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ 10 ഇരട്ടി ദ്രോഹം ആ കുടുംബക്കാർക്കുണ്ടായിരിക്കും, മക്കൾക്കുണ്ടാവും, പിന്നെ ഉണ്ടാവുന്ന തലമുറകൾക്കുണ്ടാവും. ഒരു ദുരിതം വന്ന് നശിച്ചതിന് ശേഷം പെട്ടെന്ന് ഇനി വിളക്ക് വെക്കുക, കർമ്മം ചെയ്യാന്ന് പറഞ്ഞ് നടക്കില്ല. അത് ഓർഡർ അനുസരിച്ച് ഒഴുക്കനുസരിച്ച് അങ്ങനെ ചെയ്തു പോരുകയാണെങ്കിൽ ആ ദോഷത്തിനൊന്നും വലിയ പ്രശ്നമില്ലാണ്ട്, കൂടുതൽ പ്രശ്നമില്ലാണ്ട്, അപ്പം അതിൻ്റെ ഇടയിൽ കഷ്ടകാലങ്ങൾ വരാം, രോഗം വരാം, ദുരിതം വരാം, മരണം വരാം, ഒക്കെ വരാം. എങ്കിലും മഞ്ഞ് മാറ്റാൻ്റെതായൊരു ആപത്ത്, നല്ലച്ഛൻ്റെ കൽപ്പനത്തിന് വിപരീതമായിട്ട് വരുന്ന ഏതൊരു ആപത്തിനെയും തടയാനും ആ മൂർത്തികളെ കൊണ്ട് കഴിയും. അത് നമ്മൾ അനുഭവിച്ചറിയുന്നതാണ്. അനുഭവിക്കാത്തവരോടോ അല്ലെങ്കിൽ അറിയാത്തവരുടെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. അനുഭവിച്ചറിയുന്നവരുടെ അവസ്ഥയാണ് പറയുന്നത്. അത് അവർക്ക് സുഖം ഉണ്ടാവും, ദുഃഖം ഉണ്ടാവും, കഷ്ടങ്ങളുണ്ടായിരിക്കും. ദൈവത്തിന് വെക്കാത്തവരും സുഖമായിട്ട് ജീവിക്കുന്നവരുണ്ട്. അവർ ജീവിക്കുന്നു, സന്തോഷിക്കുന്നു, പഠിക്കുന്നു, അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരാവുന്നു, മക്കളുണ്ടാവുന്നു, ജോലി ഉണ്ടാവുന്നു, ഉണ്ട്. അതിന് തെറ്റില്ല. പക്ഷേ പൂർവികരായിട്ട് ആചരിച്ചു വന്ന കുടിവെച്ചിരിക്കുന്ന ദൈവസ്ഥാനങ്ങൾ ഉണ്ടെങ്കിൽ അതിന് നാലോടാക്കിയിട്ട് ആണ് ഇപ്പം ഇരിക്കുന്നത്. വെളുക്കുമില്ല, തീയില്ല, പൂജയില്ല, അങ്ങനെ വെച്ചെങ്കിൽ അതേപോലെ തന്നെ നാലോടാക്കി ഇവരുടെ ജീവിതത്തിലും നശിപ്പിച്ച കളയും. കല്യാണം കഴിച്ചൊന്നുപോലെ നിൽക്കാൻ പറ്റില്ല. ഭാര്യ ഭർത്താക്കന്മാരൊക്കെ ആയിട്ടുള്ളതായ വഴക്കും കാര്യങ്ങളും കോടതിയും സ്റ്റേഷനും കയറി ഇറങ്ങിയാൽ മാത്രമേ അവർക്ക് നേരം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഡോക്ടറിനെ കണ്ട് മരുന്ന് മേടിക്കും, കാശുണ്ടാവും. ഇത്തരം കാര്യങ്ങൾ നോക്കാനായിട്ട് അവരതൊരു അന്ധവിശ്വാസത്തിന്റെ പേരിൽ പിടിച്ചു നിർത്തുകയാണ്. അപ്പൊ സ്വന്തം ദൈവം, ആ ദൈവത്തിനെ നമ്മളാണ് ആചരിക്കേണ്ടത്. ആ ദൈവത്തിന് കർമ്മം പഠിക്കണമെന്നില്ല, ആചരിക്കാൻ എന്താ, നമുക്കറിയുന്ന പോലെ അവരൊന്ന് കുളിപ്പിച്ച് കഴുകി വിളക്ക് വെച്ച് ഒരു ചന്ദനത്തിരി എന്തെങ്കിലും കത്തിച്ച് നിത്യം പ്രാർത്ഥിക്കുക. നിത്യം പ്രസാദം വയ്ക്കാൻ പറ്റു വെച്ചെങ്കിൽ ഒരു പഴമോ ശർക്കരയോ അതെല്ലാം കൂടി മലരോ അവലോ കൂടി ചേർത്ത് വയ്ക്കുകയാണെങ്കിൽ വളരെ നല്ലത്. ഏതേതൊരു ക്ഷേത്രത്തിൽ, വലിയ ക്ഷേത്രത്തിലുള്ള പോലെ തന്നെയാണ് ആ ശക്തി തന്നെയാണ് നമ്മുടെ വീട്ടിലുള്ളത്. നമ്മളതിനെ ആചരിക്കണില്ല, അങ്ങനെ ഒരാളുണ്ടെന്ന് നമ്മൾ ധരിക്കണില്ല, വിശ്വസിക്കണില്ല. അതുകൊണ്ട് അതിൻ്റെതായ ഗുണം നമുക്ക് ഉണ്ടാവണില്ല. ചിലവർ പറയിങ്ങനെ വീട് നിറയുമ്പോൾ വീട് നിറയെ ദൈവങ്ങളാ, ആ ദൈവങ്ങൾ ഇരുന്നിട്ട് നമുക്ക് എന്തെങ്കിലും കഷ്ടം തരണേ എന്ന് ചോദിക്കുന്നവരുണ്ട്. നമ്മൾ നിത്യം ദൈവത്തിനെ വിളിക്കാഞ്ഞിട്ടല്ലല്ലോ, പിന്നെ എന്തുകൊണ്ട് നമ്മുടെ കഷ്ടം മാറുന്നില്ല? അതുകൊണ്ട് ഇവരിനി വേണ്ട അല്ലെങ്കിൽ കർമ്മം ചെയ്യണ്ട, ആ ഒരു വാക്കന്നെയാണ് മുന്നിണ്ടായിട്ടുള്ളത്. ധർമ്മദൈവങ്ങൾ ഒരുപാടുണ്ടായിട്ട് കാര്യമില്ല. അവരുടെ വീട്ടിലേക്ക് ഏതെങ്കിലും പുറത്തുനിന്ന് വരുന്ന ശത്രുദോഷങ്ങളോ ശക്തമായിരിക്കുന്ന പ്രേതബന്ധങ്ങളോ രക്ഷസിൻ്റെ ഒക്കെ സാന്നിധ്യമോ സാമീപ്യമൊക്കെ ഉണ്ടാവെച്ചെങ്കിൽ അത് അവർക്ക് കൃത്യമായിട്ട് ബാധിക്കും. അങ്ങനെ വരുമ്പോൾ ആ ദൈവത്തിൻ്റെ ശക്തി സ്വാഭാവികമായിട്ട് കുറഞ്ഞു വരും. അവിടുന്ന് ആ പ്രതിഷ്ഠയിൽ തന്നെ അവർ മാറിപ്പോകേണ്ട അവസ്ഥ ഉണ്ടാവുക. അങ്ങനെ ദൈവത്തിൻ്റെ അസൽ ശക്തി മാറുമ്പോൾ എന്താ, പുറത്തുനിന്ന് വരുന്നതായ പൈശാചിക മൂർത്തികളായിരിക്കും അവിടെ സാന്നിധ്യം ഉണ്ടാവുക. പിന്നെ ആ കുടുംബം നശിച്ചു പോവാണ് ഉണ്ടാവുന്നത്. ആ ഇത് അറിയാതെയാണ് ഇവർ പറയണത്, ഇത്രയൊക്കെ ചെയ്തിട്ട് ദൈവങ്ങളുണ്ടായിട്ട് നമുക്കൊരു രക്ഷയില്ല, നമുക്കൊരു കാര്യമില്ല എന്ന് പറയണത്. അപ്പം അത് എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഗുണമില്ലാത്തത്, അല്ലെങ്കിൽ അവിടെ നല്ല ഇതിലല്ല ഇരിക്കുന്നത്, അങ്ങനെയൊക്കെ നോക്കി അറിഞ്ഞിട്ട് ദോഷത്തിലാണെങ്കിൽ അതിന് പരിഹാരങ്ങൾ ചെയ്ത് തീർത്ത് എന്നിട്ട് ആ ഒരു കർമ്മപ്രീതി വരുത്തുകയാണെങ്കിൽ ഈ പറയുന്നതിന് ഒരു അന്തസ്സുണ്ട്, കേൾക്കാൻ രസമുണ്ട്. അപ്പം ഇത് വെച്ചു എന്നല്ലാതെ അവർക്ക് ഒന്നുമില്ല, വിളക്കും വെക്കണില്ല, നിവേദ്യം വെക്കണില്ല, വേറെ ഒന്നുമില്ല, വാർഷിക കർമ്മങ്ങളും ഇല്ല. അത് അവരവിടെ ഇരിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു കൊല്ലം ഒക്കെ നോക്കി കർമ്മങ്ങൾ ചെയ്തു, പിന്നെ അങ്ങോട്ട് വന്നിട്ടില്ല. ഒരു 5-8 കൊല്ലമായി പ്രതിഷ്ഠാദിനം നടത്തില്ല, എൻ്റെ ശക്തികൾ ചെയ്യുന്നില്ല, കർമ്മങ്ങൾ ചെയ്യുന്നില്ല. അങ്ങനെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞു, താന്ത്രിക വിധിപ്രകാരം ഒന്നുമില്ലെങ്കിലും ഒരു നിത്യം കുളിച്ച് വിളക്ക് വയ്ക്കുക, അവർക്ക് എന്തെങ്കിലും ഒരു പ്രസാദം വയ്ക്കുക, അവരെ പ്രാർത്ഥിക്കുക, സന്ധ്യാവിളക്കും വയ്ക്കുക. ഇങ്ങനെ പോയാലും ആ നിൽക്കുന്നതായ ശക്തിക്ക് വലിയ ഏറ്റക്കുറച്ചിലൊന്നും ഉണ്ടാവില്ല. അപ്പം അത് വർഷാവർഷം അതിനെ കർമ്മപ്രീതി വരുത്തുക. ചെറിയ തോതിലായാലും വലിയ തോതിലായാലും അതിനെ കർമ്മപ്രീതി വരുത്തി ശക്തി ചൈതന്യപ്പെടുത്തിയിരിക്കുക. അപ്പോൾ നമ്മുടെ വീട്ടിലെ വിഷ്ണുവാചാത്തൻ സ്വാമി നമ്മളെ രക്ഷിക്കും, യാതൊരു തരത്തിലും ദുരിതങ്ങൾ ഉണ്ടാക്കില്ല. ആ വിഷ്ണുമായനെ ആ വീട്ടുകാരും പൂജിക്കണം. അപ്പോഴേ പറഞ്ഞ പോലുള്ള കാര്യങ്ങൾ നടക്കുള്ളൂ. അപ്പം ഇതുപോലെ പല കുടുംബക്കാരുണ്ട്. ചാത്തനുണ്ട്, അത് തൊടിയിലുള്ളതാണ്,
അല്ലെങ്കിൽ മരത്തിൻ്റെ ചുവട്ടിലിരിക്കണ്, മണ്ണിൽ ഇരിക്കണ്, അതൊക്കെ കാണാനില്ല ഇപ്പോൾ. അങ്ങനെ അതൊക്കെ ഒരു അനാസ്ഥയാണ്. അവർ വിശ്വസിക്കാത്തതിന് അവരുടെ മാത്രം തെറ്റ്, അത് മറ്റൊരാളുടെ തെറ്റല്ല. അപ്പോൾ ഇത്തരം ദുരിതങ്ങളൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ അതേപോലെ തന്നെ ഒക്കെ മാറ്റി അവരുടെ ധർമ്മദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകാനായിട്ട് വേണ്ടി ശ്രമിക്കുക. ഇനി ആരുമില്ല എന്ന് പറഞ്ഞിട്ട് കൊണ്ടുകളയുന്നതായ കാര്യങ്ങളും ആലോചിച്ചിട്ട് വേണം കേട്ടോ. ആ കൊണ്ടുകളയാൻ വേഗരിക്കും ആ തലമുറകൾ, പിന്നെ നരകതുല്യമായിട്ടുള്ള ജീവിതത്തിൽ കൂടെ പോവുക. കാരണം അവർക്ക് വരുന്നതായ ദുരിതങ്ങളേനും കഷ്ടങ്ങളേനും എല്ലാം തടുത്തു നിർത്തുന്ന ഒരു ശക്തിയായിരിക്കാത്. ഇതറിയാത്തവരെ കാരണം ഇതിനെ നീക്കം ചെയ്തു, ഇത് കാരണമാണ് നമുക്ക് കഷ്ടങ്ങൾ ഉണ്ടാവുന്നത്, അങ്ങനെ പിന്നെ ചിന്തിക്കുക, ഓപ്പോസിറ്റ് ചിന്തിക്കുക. അപ്പം ഇത്തരം ഭവനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടുത്തെ വിഷ്ണുമായോ അല്ലെങ്കിൽ മറ്റു മൂർത്തികളെ കൃത്യമായിട്ട് ആചരിക്കുക. നമ്മളാണ് അവരുടെ സംരക്ഷകർ. നമ്മൾ അവരെ സംരക്ഷിക്കുമ്പോൾ നമ്മളേനും നമ്മുടെ തലമുറേനെയും ആ ദൈവ സാന്നിധ്യം രക്ഷിക്കും. അപ്പോൾ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.